റവ കുഴച്ചുണ്ടാക്കുന്ന മാവിൽ ചിക്കൻ മസാല ഫില്ല് ചെയ്തുണ്ടാക്കുന്ന ഒരു അടിപൊളി സ്നാക്കാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം അതിനുവേണ്ടി ചിക്കൻ മസാല റെഡിയാക്കാം. ഞാൻ അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും ഓയിലോ യൂസ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസ് ഉള്ളി, അതായത് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് 10-20 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് അതും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ കളർ മാറി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർക്കാം. ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റാം. ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. ഞാനിത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഫ്രൈ ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ചിക്കനാണ്. വേറൊന്നും ചേർത്തിട്ടില്ല. ഉപ്പും മഞ്ഞളും മുളകും മാത്രമേ ഞാനിതിൽ ചേർത്തിട്ടുള്ളൂ. നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇതും കൂടി ഈ ഉള്ളിയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്പം മല്ലിയില അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് അതും കൂടി ഒന്നുകൂടി മിക്സ് ചെയ്യാം. നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് തണുക്കാൻ വെക്കാം. ഇനി നമുക്ക് റവ ഉപയോഗിച്ചിട്ടുള്ള മാവ് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിൽ ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടി ചേർക്കാം. 1/4 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി 1 കപ്പ് റവ ഇതിലേക്ക് ഞാൻ ചേർക്കുകയാണ്. ഇത് റോസ്റ്റ് ചെയ്ത റവയല്ല, 1 കപ്പ് റവയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഈ പാലിനും മുട്ടയ്ക്കും ആവശ്യമായ അത്രയും റവ എടുക്കണം. ഇത് പോരാ എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാം. ഈ 1 കപ്പ് റവ ചേർത്തിട്ട് നമുക്ക് കുഴച്ച് നോക്കാം. ഇത് അല്പം ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അല്പം കൂടി റവ ആവശ്യമുണ്ട്. ഒരു 1/4 കപ്പ് റവ കൂടി ഞാനിതിലേക്ക് ചേർക്കുകയാണ്. അധികം കട്ടിയായിട്ട് ഇത് കുഴക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിത് അല്പസമയം വെച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി കട്ടിയായിട്ട് വരും. അതുകൊണ്ട് അല്പം ലൂസായിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിവിടെ അടച്ചു വെക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. നമ്മൾ കുഴച്ച് വെച്ചതിനേക്കാളും അല്പം കൂടി കട്ടിയായി വന്നിട്ടുണ്ട് മാവ്. നമ്മുടെ കയ്യിലെടുത്ത് പരത്താൻ കഴിയുന്ന ഒരു പാകത്തിലായിരിക്കണം ഇതുണ്ടാവേണ്ടത്. ഇതൊന്നുകൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാനിവിടെ അല്പം ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. കയ്യിൽ പുരട്ടാനാണ്, പരത്തുന്നതിന് മുന്നേ. ഈ ഓയിൽ അല്പം കയ്യിൽ പുരട്ടിയതിന് ശേഷം ചെറിയൊരു ഉരുള മാവ് എടുക്കാം. ഏകദേശം ഒരു പൂരിക്കെടുക്കുന്ന അത്രയും വണ്ണത്തിലുള്ള ഒരു മാവ് എടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം കൈവെള്ളയിൽ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അധികം നേരിയതായിട്ട് പരത്തണ്ട, കാരണം ഇത് നമ്മൾ ചിക്കൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഒരല്പം തിക്കായിട്ട് പരത്തിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ മസാല വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഫില്ല് ചെയ്ത് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഒരു ഉന്നക്കായുടെയൊക്കെ ഒരു ഷേപ്പിലാണ് ഇത് ചെയ്യുന്നത്. മസാല ഫില്ല് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇപ്പുറത്തേക്ക് പിടിച്ച് പ്രസ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. നമ്മൾ കായട ഉണ്ടാക്കുന്നത് പോലെ തന്നെ. എല്ലാ ഭാഗവും നന്നായിട്ട് ഒട്ടിച്ച് കവർ ചെയ്തെടുക്കുക. ഇനി ഇത് കൈവെള്ളയിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഉരുട്ടി ഷേപ്പ് ചെയ്തെടുക്കാം. ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇതുപോലെ നമുക്ക് മുഴുവനും റെഡിയാക്കി എടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്.
ചീനച്ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ അത്രയും എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഓരോ സ്നാക്കും ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ പുറംഭാഗം കരിഞ്ഞ് ഉള്ളിലുള്ള റവ വേവാതെയായി പോവും. കാരണം നമ്മൾ ഈ റവ റോസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കണം. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ച് തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്യാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ടുണ്ട്. നമുക്കിതിനെ അടുപ്പത്തുനിന്ന് മാറ്റാം. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. ഇതുപോലെ നമുക്ക് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല എരിവുള്ള സ്നാക്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. പുറംഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിട്ട് വളരെ ടേസ്റ്റാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്